എന്താ നമ്മളെ സ്പെഷ്യൽ ഇന്ന്? നമ്മളുടെ ചോക്കോബാറിന്റെ ഒക്കെ കോലില്ലേ, ആ കോലിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. അല്ല, സൂപ്പർ ടേസ്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇടുക, ഒരു 1/2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത്, പിന്നെ ഒരു 1/2 സ്പൂണ് പച്ചമുളക് അരച്ചത്, ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം, ഗരം മസാല, കുരുമുളക് പൊടി, ഇത് 3 1/2 സ്പൂണും പിന്നെ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ഇതേപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. ഈ ഒരു ലൂസിൽ മാത്രം, അധികം ഇതായി പോകരുത്. ഈ ഒരു അളവിൽ വെള്ളം കൂട്ടി അരച്ചെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 5-6 ബ്രെഡ് എടുത്തിട്ട് അത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കംപ്ലീറ്റ് പൊടിച്ചെടുക്കുക. ഇനി റസ്ക് പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതി, പക്ഷേ ബ്രെഡാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അതും റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക. ഇനി നമ്മളുടെ മസാല, ഇത് ഞാൻ മുമ്പൊരു ഐറ്റം ഉണ്ടാക്കിയിരുന്നു, കട്ട്ലറ്റ് ഇതിനൊക്കെ പറ്റിയൊരു മസാലയാണ്. ആ ഒരു ലിങ്ക് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ആ ലിങ്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ചോക്കോബാറിൻ്റെ ഒക്കെ ഒരു കോലുണ്ടല്ലോ, അങ്ങനത്തെ കോല് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ കോലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, കൈ കുറച്ച് വെള്ളം അല്ലെങ്കിൽ എണ്ണ തേച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു ബോളാക്കുക. ശേഷം എന്നിട്ട് എന്ത് വെച്ചാൽ ഇതിന്നൊരു കോലെടുത്ത് അതിൻ്റെ ജസ്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉരുളാക്കി കൊടുക്കുക. 2 എൻഡിലും കുറച്ച് ഗ്യാപ്പ് വേണം, ചെറിയൊരു സ്പേസ് വേണം പിടിക്കാനുള്ള, ടോപ്പിലും ഏറ്റവും മുകളിലും താഴെയായിട്ട്. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ മൈദപ്പൊടിൻ്റെ ആ ലിക്വിഡിൽ ആദ്യം ഒരു കയ്യിൽ തൊടുക, മറ്റേ കൈ എപ്പോഴും ഫ്രീ ആയിരിക്കണം, ആകുമ്പോഴൊന്നും ഉണ്ടാവരുത്, കാരണം നമ്മൾ വേസ്റ്റായി പോകരുത് പൊടി. ഇനി ഇതിലേക്ക് ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് കൈ കൊണ്ട് ഒന്നുകൊണ്ട് അമർത്തി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി സൗകര്യമാണ്. ഇനി ഒന്നുകൂടി ഉണ്ടാക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നീളത്തിൽ. ഈ ഒരു വീതി വേണം ഈ കോലിന്, അല്ലാണ്ട് ഈർക്കിളി പോലത്തെ വണ്ണം കുറഞ്ഞതിലാകുമ്പോൾ വെച്ചാൽ വീണു പോവും, ഒരു പിടുത്തം കിട്ടില്ല. അപ്പോൾ അതിൽ മുക്കുക, ജസ്റ്റ് ബ്രെഡ് പൗഡറിൽ മുക്കുക. എന്നിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം പൊരിക്കായിരിക്കും ഏറ്റവും ഉത്തമം. ഇതിൻ്റെ കോലിൻ്റെ അറ്റത്തുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കി കളയണം, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് ചൂടാക്കിയിട്ട് നല്ലോണം എണ്ണ ചൂടാക്കുക. നല്ലോണം എണ്ണ ചൂടാക്കണം. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അറ്റത്തുള്ള ആ ജസ്റ്റ് ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി കളയുക. അത് നമുക്ക് വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ചൂടോടെ അതിലേക്ക് ഇടുക. എന്നിട്ട് പിന്നെ ചൂടൊന്ന് കുറക്കുക, പിന്നെ ഒന്ന് മറിച്ചിടുക, പിന്നെ ചൂടൊന്ന് കൂട്ടുക. അപ്പോൾ സംഭവം സൂപ്പറായിരിക്കും. ഇനി വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ കഴിക്കുക, അല്ലാണ്ട് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമായിരിക്കും, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മസാലൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടുന്നുണ്ട്. അതിൻ്റെ ഒരു വേറെ ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കന്, മട്ടന്, ബീഫ് ഒക്കെ അരച്ച് നമുക്ക് ഉപയോഗിക്കാം. വെജിറ്റബിൾ മാത്രം അതും ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിട്ട് ശേഷം ഇതേപോലെ ഉണ്ട്. അധികം ചൂടാവണ്ട, ജസ്റ്റ് പുറം ഭാഗം മാത്രം നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഉള്ളിലൊക്കെ ഉള്ള കംപ്ലീറ്റ് വെന്ത സാധനങ്ങളാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതാണ് സംഭവം. കാണാൻ കുറച്ച് ഭംഗിയില്ലെങ്കിലും തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, യാത്രകളൊക്കെ നമ്മുടെ ചാനലുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.